പ്രിയമുള്ള പ്രേക്ഷകരെ, നാം വളരെ സജീവമായി സാഖ്യയോഗങ്ങളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജ്യോതിഷ ക്ലാസ്സിൽ എന്താണ് വല്ലഗി അഥവാ വീണായോഗമെന്ന് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്ത യോഗം ദാമയോഗമാണ്. സപ്തഗ്രഹങ്ങളും രാഹുവും കേതുവും ഒഴിച്ചുള്ള സപ്തഗ്രഹങ്ങളും 6 രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ആ യോഗത്തിനാണ് ദാമയോഗമെന്ന് പറയുന്നത്. ഒരു നല്ല യോഗമാണ് ദാമയോഗം. അതിൻ്റെ ഫലം എപ്രകാരമാണ് ഒരു വ്യക്തിയിൽ സംജാതമാകുന്നതെന്നാണ് നാം ചിന്തിക്കുന്നത്. എന്താണ് ദാമയോഗം? ദാതാന്യകാര്യനിരത പശുപശ്ച ദാംനി. ദാമയോഗത്തിൽ ജനിക്കുന്ന വ്യക്തി അദ്ദേഹം ദാതാവാണ്. അദ്ദേഹം ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നു. അന്യകാര്യ നിരത, മറ്റുള്ളവരുടെ കാര്യത്തിൽ അദ്ദേഹം എപ്പോഴും നിരതനായിരിക്കും. അതിനാൽ സമൂഹത്തിൽ സൊസൈറ്റിയെ സേവിക്കുക എന്ന മഹത്തായ ധർമ്മം നിസ്വാർത്ഥമായി നിർവഹിക്കുന്ന വ്യക്തിയായിരിക്കും ദാമയോഗത്തിൽ ജനിച്ച വ്യക്തി. പശുപശ്ച പശുഭഃ ച സഹ പശൂൻ പാതി. ആ വ്യക്തി പശുക്കളെ പാതി സംരക്ഷിക്കുന്നു. അതിനാൽ ഈ ദാമയോഗത്തിൽപ്പെട്ട വ്യക്തി നന്നായി ഗോരക്ഷകനായി വർത്തിക്കുന്നു. അദ്ദേഹത്തിന് ഫാമുകളൊക്കെ ഉണ്ടാക്കാം. അദ്ദേഹത്തിന് പാലുൽപ്പന്നങ്ങളുമൊക്കെ അദ്ദേഹത്തിന് നന്നായി അധ്വാനിച്ച് ഉണ്ടാക്കി അത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തും. അന്യകാര്യ നിരതഹ എന്നാണ് പറഞ്ഞത്. അതിനാൽ മായം ചേർക്കാത്ത നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിന് പൊതുജനത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു കഴിവും ദാമയോഗം പ്രദാനം ചെയ്യുന്നു. നല്ലൊരു യോഗമാകുന്നു ദാമയോഗം. നിങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജാതകത്തിൽ ദാമയോഗമുണ്ടോ എന്ന് നിങ്ങൾ അറിയുക. നന്ദി, നമസ്കാരം.